ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നേരത്തെ തന്നെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായി. പിന്നെ അതൊക്കെ ബൗൾസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അതൊക്കെ പരത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ തന്നെ എല്ലാം ചെയ്യണത്. ഇന്ന് മോൾക്ക് എക്സാമായിട്ട് അവൾ വന്നിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ സാധാരണ അവളാണ് എനിക്കിത് പരത്തിയൊക്കെ തരാറ്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഞാൻ പൂരി പൊരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഇതുണ്ടാക്കണതിൻ്റെ കൂടെ തന്നെ റേഡിയോ ഞാൻ പറയാറില്ല, ഞാൻ അടുക്കളയിൽ വരുമ്പോൾ തന്നെ റേഡിയോ ഓണാക്കി ഇടാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ ഒരു 3-3.5 വയസ്സെങ്ങാണ്ടായ ഒരു കൊച്ചിനെ ആലുവ പാലത്തിൻ്റെ അവിടെയോ അങ്ങാണ്ട് വെച്ച് കാണാതെയായിന്ന് വാർത്തയിലുണ്ടായിട്ടോ. അപ്പോൾ ആ കൊച്ചിനെ കാണാതെയായി തെരച്ചിൽ തുടരുന്നു എന്നൊക്കെയായിരുന്നു വാർത്ത. അപ്പോൾ ഇന്നിപ്പോൾ വാർത്തയിൽ പറഞ്ഞു ആ കൊച്ചിനെ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് വാർത്തയിൽ പറയണ്ട. അപ്പോൾ അത് കൊച്ചിൻ്റെ അമ്മ തന്നെയാണ് അത്ര കൊച്ചിനെ വലിച്ചെറിഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിട്ടോ. അപ്പോൾ ഈ കൊച്ചിനെ കാണാതെയായി എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ കേസൊക്കെ കൊടുത്തു, എല്ലാവരോടും പറഞ്ഞ് കേസൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ പോലീസിൻ്റെ പ്രാഥമിക നിഗമനത്തിൽ അമ്മ തന്നെയാണ് കുട്ടീനെ വലിച്ചെറിഞ്ഞതെന്ന് വാർത്തയിൽ പറയണായിട്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് കറി വയ്ക്കാനായിട്ട് മത്തങ്ങയും പയറും കൂടിയുള്ള എരിശ്ശേരി ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മത്തങ്ങയും പയറൊക്കെ ഞാൻ വേവിച്ചിട്ടുണ്ടായി. പിന്നെ അതിലേക്ക് തേങ്ങയും ഉള്ളിയും ജീരകവും വെളുത്തുള്ളിയൊക്കെ അരച്ച് അരപ്പൊക്കെ ചേർത്ത് റെഡിയാക്കാം കേട്ടോ. പിന്നെ ഇനി ഇത് തിളച്ച് വരുമ്പോൾ വറവിട്ടെടുത്താൽ മതിയല്ലോ. അപ്പോൾ അരപ്പൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ നല്ല നല്ല രാവിലെ തന്നെ നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ നല്ല സന്തോഷമായിരിക്കും അല്ലേ. പിന്നെ രാവിലെ തന്നെ ഒരു വിഷമമുള്ള കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസമേ പോവും. പിന്നെ അത് തന്നെ ഇങ്ങനെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ ഈ അമ്മമാരൊക്കെ എന്താ ഇങ്ങനെയെന്ന് ആലോചിക്കട്ടെ. ഇനി ആ അമ്മയ്ക്ക് എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണോ അതും പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയുള്ള ആളുകളും ഉണ്ടല്ലോ ഡിപ്രഷനൊക്കെ അടിച്ച് നടക്കണ. ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ പറ്റണതായിരിക്കും, പിന്നെ അത് ജീവിതകാലം മുഴുവൻ അവർക്കും ഒരു നോവായിട്ട് അവരുടെ ഉള്ളിൽ കാണുമായിരിക്കും. ഞാനങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടൂട്ടാ. പിന്നെ എന്താ ചെയ്യാല്ലേ, അതിൻ്റെ ആയുസ് അത്രേ ഉണ്ടായുള്ളൂ എന്ന് വിചാരിച്ച് അതൊക്കെ വിട്ടുവിട്ടാ. പിന്നെ എന്താ കറിയൊക്കെ റെഡിയാക്കി അതിലേക്ക് വറവൊക്കെ താളിച്ച് ഇടാണ്. പിന്നെയാണെങ്കിൽ ഇതിന് പപ്പടം കൂടി വറുത്തിട്ട് നിർത്താം. അപ്പോൾ പിന്നെ മാങ്ങയും തേങ്ങയും കൂടി ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയായിരുന്നു. അത് ഊണ് കഴിക്കാൻ നേരത്തായിട്ട് ഉണ്ടാക്കിയത്. നേരത്തെ കറികളൊക്കെ ആക്കിയിട്ട് പിന്നെ അലക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് പോയി. പിന്നെ ഊണ് കഴിക്കാൻ നേരത്താണ് ചമ്മന്തി ഉണ്ടാക്കിയത്. മാങ്ങയും തേങ്ങയൊക്കെ വെച്ചിട്ട് ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഊണൊക്കെ കഴിഞ്ഞ് കുറേ നേരത്തെ വിശ്രമമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 3-3:30 ആയപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറേ ജോലികളുണ്ട്. ഇപ്പോൾ ഈ മഴ പെയ്ത് തുടങ്ങിയതുകൊണ്ട് തന്നെ കുറേ കരിയിലകളും ഒക്കെ ആയിട്ട് നമ്മളെപ്പോഴും മുറ്റം മാത്രമാണല്ലോ അടിക്കാറ്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 കെട്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിലും നിറയെ കരിയിലൊക്കെ ചാടി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കൂട്ടിയെടുക്കണം. പിന്നെ കുറച്ച് നാളായിട്ട് ഞാൻ ചേന നട്ടു വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഈ ചേന അങ്ങനെ വേനൽക്കാലത്ത് ഞാൻ ഒരു ചെടിച്ചട്ടിയുടെ അകത്ത് ഇങ്ങനെ നട്ടു വെച്ചേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ മുളച്ച് വലിയ മരം പോലെ ആയി ചേന. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് മണ്ണിൽ കുഴിച്ചിടാമെന്ന് വിചാരിച്ച് ഞാൻ കുഴിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ എപ്പോഴും ഞാൻ പറയണതാണല്ലോ ഒച്ചിൻ്റെ ശല്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് നട്ട് കഴിഞ്ഞാലും ആദ്യമേ തന്നെ നടുമ്പോൾ തന്നെ കുമ്മായം കൂടി ചേർത്തിട്ടാട്ടോ നടാൻ പറ്റുള്ളൂ. എപ്പോഴും ഒച്ചാണ്, എവിടെ നോക്കിയാലും ഒച്ചാണ്. അപ്പോൾ ഞാനാണെങ്കിൽ മുകളിൽ നല്ല തണുപ്പ് കണ്ടിട്ട് കിളയ്ക്കുമ്പോൾ അടിയിലേക്ക് അത്രയും തണുപ്പായിട്ടില്ല കേട്ടോ. നല്ല മഴയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും മണ്ണ് ഇപ്പോഴും ഉറച്ച് തന്നെ കിടക്കുകയാണ്. മുകളിലൊക്കെ നല്ല ഈർപ്പം തങ്ങി നിൽക്കണ്ടായി, മണ്ണിൻ്റെ അടിയിലേക്ക് അത്ര അങ്ങോട്ട് ചെന്നിട്ടില്ല. അപ്പോൾ പറ്റും പോലെയൊക്കെ കുഴി ഉണ്ടാക്കി ഞാൻ ഇതാട്ടോ ഞാൻ പറഞ്ഞ ചേന ഇപ്പം എന്നെക്കാളും വലുതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഈർപ്പം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മണ്ണിൽ വെച്ചേക്കായിരുന്നു. വേനലായിപ്പോൾ നല്ല വെയിലായിരുന്നല്ലോ. ഇപ്പം അതൊക്കെ മുളച്ചു. അപ്പം എന്നാൽ ഇനി അത് മണ്ണിലേക്ക് വെച്ചതാണ്. അങ്ങനെ ചേനയൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ വാഴയുടെ കുറേ വാഴക്കൈ ഇങ്ങനെ ചാടി ഉണങ്ങി അതിങ്ങനെ മഴ പെയ്തപ്പോൾ നല്ലതായിട്ട് കുഴഞ്ഞ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും കളയണില്ല, അതൊക്കെ ഈ ചേനയുടെ ചോട്ടിൽ തന്നെ ഇങ്ങനെ വച്ചു കൊടുക്കാം കേട്ടോ. അത് നല്ല വളമാണ്. അപ്പോൾ അതും കളയാതെ കരിയിലകളും ഒക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് പൊതയിട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ വേനൽക്കാലത്തെ കൂട്ടല്ല, മഴക്കാലത്ത് പൊതയിടുമ്പോൾ നിറയെ ഒച്ചും വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെയൊക്കെ മുകളിൽ കുമ്മായം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ കരിയിലയുടെ മുകളിലായതുകൊണ്ട് തന്നെ കുമ്മായം വിതരണതിന് കുഴപ്പമില്ല കേട്ടോ. അല്ലാതെ നടണതിൻ്റെ ഒപ്പം തന്നെ കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതും ഉണങ്ങിപ്പോകും, ചേനയൊക്കെ ഉണങ്ങിപ്പോകും. അപ്പോൾ കുമ്മായം ആദ്യമേ തന്നെ മണ്ണിൽ ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ നട്ടു കൊടുക്കണത്. ഇതിപ്പോൾ ഞാൻ മുകളിൽ ഇട്ട് കൊടുത്തേക്കണത്. എനിക്ക് മെയിനായിട്ട് ഈ ഒച്ചിൻ്റെ ശല്യം കാരണമാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കയറി വന്നിട്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൻ കടയിൽ പോയിട്ടുണ്ട് പഴംപൊരി വാങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ ചായയൊക്കെ റെഡിയാക്കിയപ്പോഴത്തേനും അവൻ പഴംപൊരിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് സിറ്റ് ഔട്ടിലേക്ക് പോയിട്ടോ. അങ്ങനെ പഴംപൊരിയും ചായയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.